സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തത് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു ഓയിലിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കിൻ ഡ്രൈ ആകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നല്ലൊരു ഓയിലാണ്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ മുഖക്കുരു, കറുത്ത പാടുകൾ, അങ്ങനെ ഒരുപാട് സ്കിന്നിന് ഡാമേജ് ആകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഈ ഒരു ഓയിൽ കൊണ്ട് നമുക്ക് സാധിക്കും. വീട്ടിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണിത്. 6 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാം. അപ്പോൾ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഡ്രൈ സ്കിൻ. നമ്മുടെ സ്കിൻ ഒരുപാട് വരണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ്. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അതേപോലെ ഡ്രൈ സ്കിൻ മാറാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ ചിലർക്ക് ഈ എന്തെങ്കിലും പുഴുപടിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണ തേച്ചാൽ മതി. കാരണം ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, അതായത് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷൻസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തിലൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു ഓയിലിന് ആദ്യം വേണ്ടത് പച്ചമഞ്ഞളാണ്. അപ്പോൾ ഈ പച്ചമഞ്ഞൾ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തതാണ്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ ചിക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2 കൈപ്പിടിയോളം പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില ഞാനൊരു 3-4-5 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടിയോളം തുളസിയിലയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് ഈ അളവൊക്കെ വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു കല്ലിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ എല്ലാ ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ പച്ചമഞ്ഞൾ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചമഞ്ഞൾ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതായത് നമുക്ക് സ്റ്റെയിൻ്റെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പച്ചയായിട്ടുള്ളത് തന്നെ എടുക്കുക, കാരണം പൊടിയൊന്നും എടുക്കരുത്. പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ എണ്ണ കാച്ചുമ്പോഴേക്കും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്യണതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതേപോലെ പച്ച തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ മുറ്റത്തുള്ളതാണ്. ഇതിപ്പോൾ ചീകി എടുത്തപ്പോൾ തന്നെ എൻ്റെ കയ്യിലൊക്കെ കണ്ടില്ല, നന്നായിട്ട് നഖത്തിലൊക്കെ മഞ്ഞ കളറായി. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു കല്ല് ഉപയോഗിച്ചിട്ട് ഈ പച്ചമഞ്ഞൾ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മിക്സിയുടെ ജാറിൽ നമ്മളിത് ചതച്ചിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഈ ഒരു മഞ്ഞക്കളറുള്ള സ്റ്റെയിൻ നന്നായിട്ട് പിടിക്കും. പിന്നെ അത് തേച്ചൊരച്ച് പണിയായിരിക്കും. അതിനേക്കാൾ നല്ലത് കല്ലുകൊണ്ട് ചതക്കണേ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനിത് ഇതേപോലെ കല്ലുള്ള കാരണം കല്ലിലാണ് ചതച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ കാച്ചാനായിട്ട് എടുക്കാം. അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കറിച്ചട്ടിയാണ്. ഇതെല്ലാം മൺകലത്തിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കാം. എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൺകലമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 500 ml എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എണ്ണയ്ക്ക് അനുസരിച്ച് ആ ഒരു മഞ്ഞളുടെയും ആര്യവേപ്പിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ തുളസിയുടെയൊക്കെ അളവ് നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഞാനിപ്പോൾ ഒരു 500 ml ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. എൻ്റെ കയ്യിൽ ആട്ടിയ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ പാക്കറ്റ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. നമുക്ക് ഇതിലോട്ട് തന്നെ എല്ലാ ആദ്യത്തിനും ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു സമയം ഒരു അരമണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. വെച്ചാൽ ഇതിൽ ഉള്ള സത്ത് മുഴുവൻ ആ ഒരു മഞ്ഞളുടെയും എല്ലാത്തിൻ്റെ സത്ത് ഈ എണ്ണയിലോട്ട് ഇറങ്ങണം. ഈ ഒരു എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്യണം വരെ നന്നായിട്ടിത് ആദ്യം ഒരു മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/4 മണിക്കൂറോളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 മണിക്കൂറും കൂടി ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഒരു 1/4 മണിക്കൂറും കൂടി ഇതേപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ ഇതിലോട്ട് ഇറങ്ങും.
അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കുക. നമ്മൾ അപ്പം തന്നെ ഇത് മാറ്റാനൊന്നും പോണില്ല. നമ്മൾ ഒരു ദിവസം അങ്ങനെ തന്നെ ഈ ചട്ടി തന്നെ വെക്കും. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊരു 1/4 മണിക്കൂറും കൂടി നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കണം. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് കുറേ നേരമായി, നന്നായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം, അതായത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതുവരെ ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. അരിച്ചെടുത്തിട്ട് നമുക്ക് ദിവസവും കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും കുരുക്കളും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ വളരെയധികം നല്ലതാണ്. കരിവാളിപ്പ്, വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനും ഈ ഒരു എണ്ണ വളരെയധികം നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ മോളും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ പേര് കൃത്യതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുട്ടിയെന്നും കൂടി വിളിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.